നമസ്കാരം, ഞാൻ റിഞ്ചു അച്ഛനാണ്. സന്ദർഭവശാൽ ഒരു വീടിൻ്റെ താക്കോൽ കൊടുക്കാൻ പോയപ്പോൾ സമീപത്ത് കണ്ട മറ്റൊരു ഭവനമാണ്. അതിനേക്കാളും ദാരുണമായൊരു ഭവനം. 4 പേർ താമസിക്കുന്ന ഒരു ഭവനം. വലിയ ജോലിയൊന്നുമില്ലാതെ കൂലിപ്പണി ചെയ്യുന്ന പിതാവ്, ബേക്കറിയിൽ ജോലി ചെയ്യുന്ന അമ്മ, 2 പെൺകുഞ്ഞുങ്ങൾ, +2-ലും 9-ലും പഠിക്കുന്ന 2 പെൺകുഞ്ഞുങ്ങൾ. അങ്ങനെ 4 പേർ തിങ്ങിപ്പാർക്കുന്ന ഈ വീടാണ് ഈ തകരപ്പാട്ടയുടെ വീട്. അവരെ മുമ്പിൽ കൊണ്ടുവന്ന് കരയിക്കാനോ ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇടാമെന്ന് ആഗ്രഹിച്ചത്. എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പീസുകൾ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്ന വീടാണ് ഇത്. അകത്തേക്ക് പ്രവേശിച്ചാലും നമുക്ക് ഏറെ വേദനകൾ നൽകുന്നതാണ്. ഈ ഭവനം ഞാൻ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ കൂടെ വന്ന് ഇത് കാണിച്ചു തന്നത്. കമനീയമായ അവരുടെ അടുക്കളയാണിത്. വെളിയിൽ നിന്ന് നല്ലതുപോലെ കാറ്റ് കയറുന്ന രീതിയിൽ, ജീവജാലങ്ങൾ കയറുന്ന രീതിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ അടുപ്പ് ഉൾപ്പെടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ കിടപ്പുമുറിയും ഒട്ടും സൗകര്യപ്രദമല്ല എന്നുള്ളത് മാത്രമല്ല, താമസയോഗ്യമല്ല. എങ്കിലും 4 പേര് തിങ്ങിപ്പാർക്കുന്ന ഒരു വീടിൻ്റെ ഉൾപ്പാർപ്പാണ് ഇത്. ഇതിനകത്താണ് 4 പേരും കിടക്കുന്നത്. പലരും എന്നോട് പറയാറുണ്ട്, അച്ഛൻ്റെ തിരക്കുകൾക്കിടയിൽ ഈ വീടിൻ്റെ പണിയുടെ കാര്യം എങ്ങനെ നടക്കുന്നു, ഇത് കണ്ടിട്ട് എങ്ങനെ കണ്ണടയ്ക്കാൻ, കണ്ടില്ല എന്ന് നടിക്കാൻ ഒക്കെ നമ്മളെ കൊണ്ട് കഴിയും. അവരുടെ കിടപ്പുമുറിയോട് ചേർന്ന് തന്നെയാണ് അവരുടെ ടോയ്ലറ്റ്. ആകെപ്പാടെ ഇത്തിരിയെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അത് ഈ ടോയ്ലറ്റിന് മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞ 1ാമത്തെ വീടാണെങ്കിൽ ഇത് 2ാമത്തെ വീടാണ്. എല്ലാവരും പറയാൻ എളുപ്പമാണ്, വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ നിർത്തണം, അല്ലെങ്കിൽ അച്ഛന് മറ്റ് ജോലികളുള്ളപ്പം ഒഴിവാക്കണമെന്ന്. ഇത് 6 പേർ താമസിക്കുന്ന ഒരു വീടാണ്. TB രോഗമുള്ള അപ്പൻ, ഹൈ ഡയബറ്റിക്കിൽ ഗവൺമെൻറ്റിൻ്റെ മെഡിസിൻ മേടിച്ച് കഴിയുന്ന അമ്മ, 3 മക്കൾ, മൂത്ത മകൾ ഒരു കുഞ്ഞുമായി ഇപ്പോൾ വീട്ടിലുണ്ട്, പിന്നെ ഒരു മകൻ, പിന്നെ ഒരു മകൾ, +2-ന് പഠിക്കുന്ന ഒരു മകൾ. ഇത്രയും പേര് താമസിക്കുന്ന ഒരു 2 മുറിയുടെ വീടാണ്. ഇപ്പോഴും വീഡിയോ ഒന്നും എടുത്ത് കരയിക്കുന്ന കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. 2 പേർക്കും കുറച്ച് പൈസ ആളുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷം രൂപ കൂടെ ലഭിച്ചാൽ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. ബാക്കി എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ നൊയമ്പിൻ്റെ കാലത്ത് നിങ്ങൾ ഇവരെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നൽകുന്നതാണ്. വീണ്ടും ആവർത്തിക്കട്ടെ, എപ്പോഴും പറയുന്നത് പോലെ അതിലേക്ക് 1 രൂപയെങ്കിലും വായിക്കാനല്ല, നിങ്ങൾക്ക് ആവശ്യമാകുന്ന അക്കൗണ്ട് ഇൻഫർമേഷൻ ഇവരുടെ തന്നെ നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ കോൺട്രാക്ടർ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്കറിയാം, 94 96 32 14 55 9496321455. ഒരു മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുന്നു. കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ദൈവാനുഗ്രഹിക്കട്ടെ.